സെപ്റ്റംബറിൽ ഇക്വഡോറിൽ നടക്കുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് ക്ഷണിക്കാൻ ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവോ വത്തിക്കാനിലെത്തി. 11 ദിവസത്തെ യൂറോപ്പ് പര്യടനത്തിന് ശേഷമാണ് മെയ് 13 ഇക്വഡോർ പ്രസിഡന്റ് വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിലെത്തി പരിശുദ്ധ പിതാവുമായി അരമണിക്കൂറോളം സ്വകാര്യ സംഭാഷണം നടത്തിയത്. 2023 നവംബറിൽ പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി വത്തിക്കാൻ സന്ദർശിക്കുന്ന ഇക്വഡോർ പ്രസിഡന്റ് അടുത്ത അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ രാജ്യം സന്ദർശിക്കാൻ പരിശുദ്ധ പിതാവിനെ ക്ഷണിക്കുകയും ചെയ്തു. സംഭാഷണത്തിനിടയിൽ യുവാക്കളുടെ തൊഴിലവസരത്തെക്കുറിച്ചും ഇക്വഡോർ രാജ്യത്തെ പൊതുസുരക്ഷയുടെയും കുടിയേറ്റക്കാരുടെയും പ്രശ്നങ്ങളെക്കുറിച്ചും പ്രത്യേക പരാമർശത്തോടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും ചർച്ച ചെയ്തു. യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ ബിരുദധാരികളുടെ ആഹ്വാനവുമായി ചോസൻ താരം ജോനാഥൻ റൂമി. പ്രമുഖ ടെലിവിഷൻ പരമ്പരയായ ദി ചോസനിൽ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന നടൻ ജോനാഥൻ റൂമി ശനിയാഴ്ച കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയിലെ ബിരുദധാരണ ചടങ്ങിനിടെയാണ് ക്രിസ്തുവിനെ അനുകരിക്കാനും പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആഹ്വാനം ചെയ്തത്. തൻ്റെ അഭിനയ ജീവിതത്തിലൂടെ സുവിശേഷവൽക്കരണം നടത്തിയതിന് ഫൈൻ ആർട്സിൽ ഹോണററി ഡോക്ടറേറ്റ് താരത്തിന് നൽകിയിരുന്നു. ക്രിസ്തുവിനെ അനുകരിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക, ദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്നീ 3 വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ജോനാഥൻ റൂമിയുടെ പ്രസംഗം. ക്രിസ്തുവിൻ്റെ പരസ്യജീവിതത്തെ ആസ്പദമാക്കി ഡാളസ് ജെങ്കിൻസ് സംവിധാനം ചെയ്യുന്ന ദി ചോസൻ ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ബൈബിൾ പരമ്പരയാണ്. ഓരോ പരമ്പരയ്ക്കും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കാഴ്ചക്കാരായിട്ടുള്ളത്. ഭ്രൂണഹത്യ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിക്കിടെ കുരിശു വരച്ച US പ്രസിഡന്റ് ജോ ബൈഡനെതിരെ രൂക്ഷ വിമർശനവുമായി ഇല്ലിനോയിസിലെ സ്പ്രിംഗ്ഫീൽഡ് രൂപത ബിഷപ്പ് തോമസ് പാപ്രോക്കി. 2 ആഴ്ച മുമ്പ് ഫ്ലോറിഡയിലെ ടാംബയിൽ നടന്ന ഭ്രൂണഹത്യ റാലിക്കിടെയുള്ള പ്രസംഗത്തിനിടെ ബൈഡൻ കുരിശു വരച്ചത് ഏറെ വിവാദമായിരുന്നു. ബൈഡൻ കത്തോലിക്ക വിശ്വാസത്തെ പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് ബിഷപ്പ് പറഞ്ഞു. വിശുദ്ധമായ കുരിശിനെ ദുരുപയോഗം ചെയ്യുന്നത് കത്തോലിക്ക വിശ്വാസത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് രൂപതയുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പാപ്രോക്കി ചൂണ്ടിക്കാട്ടി. രാജ്യം ഭരിക്കുന്ന ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് ഭരണകൂടത്തിന്റെ ഭ്രൂണഹത്യ അനുകൂല നിലപാടിനെതിരെ കത്തോലിക്ക സഭയിൽ നിന്നും ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാണ്. 137 പേർ മരിച്ചതായി രേഖപ്പെടുത്തുകയും 6 ലക്ഷത്തോളം പേർ ഭവനരഹിതരാകുകയും ചെയ്ത ബ്രസീലിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോർട്ടോ അലേഗ്രയിലെ മെത്രാപ്പോലിത്തയും ദേശീയ മെത്രാൻ സമിതി അധ്യക്ഷനുമായ മോൺസിഞ്ഞോർ സ്പെൻഗ്ലറുമായി ഫ്രാൻസിസ് പാപ്പ ഫോണിൽ സംസാരിച്ചു. ബ്രസീലിന്റെ തെക്കൻ ഭാഗത്ത് ഏപ്രിൽ അവസാനത്തോടെ ആരംഭിച്ച കനത്ത മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത്. ഏറ്റവും അധികം ദുരന്തം വിതച്ചയിടം അർജന്റീനയുടെയും ഉറുഗ്വേയുടെയും അതിർത്തിയിലുള്ള റിയോ ഗ്രാൻഡെ ദോ സുള്ളാണ്. അവിടെ ഇന്നലെയും മഴയും കാറ്റും ശക്തി പ്രാപിക്കുമെന്ന് വെള്ളത്തിന്റെ നില ഉയരുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ സ്ഥാപനം മുന്നറിയിപ്പ് നൽകി. ഈ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ, പ്രത്യേകിച്ച് ഏറ്റവും ദരിദ്രരായവരെ തേടി തന്റെ സാമീപ്യം അറിയിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ മെയ് 11 ശനിയാഴ്ച മോൺസിഞ്ഞൂർ ജെയ്മ സ്പെൻഗ്ലറുമായി ഫോണിൽ സംസാരിച്ചത്. പാപ്പയുടെ ഈ പിതൃസഹജമായ പ്രവൃത്തിയിൽ അത്ഭുതം മറച്ചുവെക്കാതെ മെത്രാപ്പൊലിത്ത പാപ്പയ്ക്ക് നന്ദി പറഞ്ഞു. ഇറാനിൽ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്യപ്പെട്ട നിരപരാധികളായ ക്രൈസ്തവരുടെ എണ്ണം നിരവധിയാണ്. അവരിൽ ഒരാൾക്ക് കോടതി ഈ ദിവസങ്ങളിൽ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ മറ്റനേകം പേരാണ് ഒരു കാരണവും കൂടാതെ ജയിലിൽ കഴിയുന്നത്. അവരിൽ ചിലർ ഇതിനോടകം ദീർഘകാല തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ്. അറസ്റ്റിലായ 46 വിശ്വാസികളിൽ ഒരാളായ ഇസ്മയിൽ നരിമാൻപൂർ 4 മാസം കസ്റ്റഡിയിൽ കഴിഞ്ഞതിനു ശേഷമാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. ക്രിസ്മസ് രാവിൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാറണ്ട് ഇല്ലാതിരുന്നിട്ടും സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യുകയായിരുന്നു. ദേശസുരക്ഷയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ വ്യാജമായി ആരോപിക്കപ്പെട്ടത്. അദ്ദേഹത്തെ മണിക്കൂറുകളോളം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു.